Hello friends, here we are going to discuss the topic on degrees of comparison. ഇപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ degrees of comparison indicate a change in the form of an adjective or adverb. അഡ്ജക്റ്റീവിലെയോ ആഡ്വർബിലെയോ അതിൻ്റെ ഫോംസിൻ്റെ ചേഞ്ചിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാം അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ്വർബ് എന്താണെന്ന് അറിയാം. അപ്പോൾ അഡ്ജക്റ്റീവ് എന്താണ്? നമ്മളൊരു നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. A word that modifies the noun, it is adjective. അപ്പോൾ ആ അഡ്ജക്റ്റീവ് തന്നെ എങ്ങനെ പല വിധത്തിൽ നമുക്കത് പറയാം. അതുപോലെ തന്നെ ആഡ്വർബ് വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ്. സോ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ they are used when we compare one person or one thing with another. ഒരു വ്യക്തിയോ ഒരു വസ്തുവിനെയോ നമ്മൾ മറ്റൊന്നുമായി കമ്പയർ ചെയ്യാനാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉപയോഗിക്കുന്നത്. പ്രധാനമായും ഇംഗ്ലീഷിൽ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണുള്ളത്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് പോസിറ്റീവ് ഡിഗ്രി, സെക്കൻഡ് വൺ കമ്പാരിറ്റീവ് ഡിഗ്രി ആൻഡ് തേർഡ് വൺ സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഈ 3 വിധത്തിലാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ് പോസിറ്റീവ് ഡിഗ്രി എന്താണെന്ന് നോക്കാം. പോസിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ് ആണ് ക്ലെവർ, ഗ്രേറ്റ്, ആക്റ്റീവ്, ടോൾ. അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ഉപയോഗിക്കുന്നതാണ് ക്ലെവറർ, ഗ്രേറ്റർ, ടോളർ, മോർ ആക്റ്റീവ്. അപ്പോൾ ആക്റ്റീവിൻ്റെ കമ്പാരിറ്റീവ് ഫോമാണ് മോർ ആക്റ്റീവ്. അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അടുത്തത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ക്ലെവറസ്റ്റ്, ഗ്രേറ്റസ്റ്റ്, ടോളസ്റ്റ്, മോസ്റ്റ് ആക്റ്റീവ്. അപ്പം നമുക്ക് എന്താണ് ആദ്യം പോസിറ്റീവ് ഡിഗ്രി എന്ന് നോക്കാം. പോസിറ്റീവ് ഡിഗ്രി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു വ്യക്തിയുടെയോ ഒരു വസ്തുവിൻ്റെയോ കാര്യം പറയാൻ വേണ്ടിയാണ്. വെൻ വി സ്പീക്ക് അബൌട്ട് ഓൺലി വൺ പേഴ്സൺ ഓർ തിങ് വി യൂസ് ദി പോസിറ്റീവ് ഡിഗ്രി. അപ്പോൾ ഇവിടെ നോക്കൂ, ഹീസ് എ ടാൾ സ്റ്റുഡൻറ്റ്, ഈസ് എ ടാൾ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇവിടെ ടോൾ എന്ന് പറയുന്നത് അവിടെ പോസിറ്റീവ് ഡിഗ്രിയാണ്, ഇവിടുത്തെ അഡ്ജക്റ്റീവ്. ദിസ് ഫ്ലവർ ഈസ് ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ അവിടെ പോസിറ്റീവ് ഡിഗ്രിയാണ്. ഹീ ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ബോയ്, ഇൻ്റലിജൻറ്റ് അവിടുത്തെ പോസിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ ഈച്ച് സെൻറ്റൻസ് മെൻഷൻഡ് എബോവ് ഇറ്റ് ടോക്സ് അബൌട്ട് ഓൺലി വൺ നൗൺ. ഒരു നൗണിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു വസ്തുവിൻ്റെ കാര്യം പറയുന്നതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ പോസിറ്റീവ് ഡിഗ്രി അല്ലെങ്കിൽ പോസിറ്റീവ് ഡിഗ്രിയിലാണ് അത് പറയുന്നത്. അടുത്തത് നെക്സ്റ്റ് എന്താണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്താണെന്ന് നോക്കാം. അപ്പോൾ ആ വേർഡിൽ തന്നെ ഉണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രി, കമ്പയർ ചെയ്യുകയാണ്. വെൻ വി കമ്പയർ 2 persons or things with each other we use comparative degree. 2 വ്യക്തിയെയോ അല്ലെങ്കിൽ 2 വസ്തുവിനെയോ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണത് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ടോൾ എന്നത് പോസിറ്റീവ് ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ടോളർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ പറയുമ്പോൾ 2 വ്യക്തികളുടെ കാര്യമാണ്. ഹീ ഈസ് ടാളർ ദാൻ രാജു, ഹീ ഈസ് ടാളർ ദാൻ രാജു. ഇവിടെ ടാളർ എന്നതിനോടൊപ്പം ഒരു ദാനൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് നമ്മൾ ദാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് നമ്മൾ ദാൻ ഉപയോഗിക്കുന്നത്. ദിസ് ഫ്ലവർ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ റോസ്. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഇറഗുലർ കമ്പാരിറ്റീവ്സ് ആണ്, അല്ലെങ്കിൽ ഇറഗുലർ അഡ്ജക്റ്റീവ്സ് ആണ്. അതിനെപ്പറ്റി നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ബ്യൂട്ടിഫുളിൻ്റെ കമ്പാരിറ്റീവ് ഫോമാണ് മോർ ബ്യൂട്ടിഫുൾ.
സോ ദിസ് ഫ്ലവർ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ റോസ്. ഇവിടെ ഒരു ദാൻ ഇവിടെ വരും. കമ്പാരിറ്റീവിൽ നമ്മൾ ദാൻ പറയും. കമ്പാരിറ്റീവിൽ ഉപയോഗിക്കുന്നതാണ് ദാൻ. സോ ദി ടേം മോർ ബ്യൂട്ടിഫുൾ ഈസ് ദ കമ്പാരിറ്റീവ് വേർഷൻ ഓഫ് ദി ടേം ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുളിൻ്റെ കമ്പാരിറ്റീവ് വേർഷനാണ് മോർ ബ്യൂട്ടിഫുൾ. ഹീ ഈസ് മോർ ഇൻ്റലിജൻറ്റ് ദാൻ ദിസ് ബോയ്. അപ്പോൾ ഇവിടെ ഇൻ്റലിജൻറ്റ് എന്നതിൻ്റെ കമ്പാരിറ്റീവ് ഫോമാണ് മോർ ഇൻ്റലിജൻറ്റ്. ഓക്കെ, ദി ടേം മോർ ഇൻ്റലിജൻറ്റ് ഈസ് ദി കമ്പാരിറ്റീവ് വേർഷൻ ഓഫ് ദി ടേം ഇൻ്റലിജൻറ്റ്. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? രണ്ട് വ്യക്തിയുടെയോ രണ്ട് വസ്തുവിനെയോ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ്. അടുത്തതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. മൂന്നാമത്തെ ഡിഗ്രിയാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലെ. ഇവിടെ എന്താണ്? വെൻ വി കമ്പയർ മോർ ദാൻ ടു പേഴ്സൺസ് ഓർ തിങ്സ് വിത്ത് വൺ അനദർ വി യൂസ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇവിടെ രണ്ടിൽ കൂടുതൽ വസ്തുക്കളുടെയോ വ്യക്തികളെയോ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് പറയുന്നത്. ഹീ ഈസ് ദി ടാളസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദി ക്ലാസ്. അപ്പോൾ ടോൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിഗ്രി, ടോളർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ടോളസ്റ്റ്. ഹീ ഈസ് ദി ടോളസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദി ക്ലാസ്. ഇപ്പോൾ ക്ലാസ്സിലെ ടോളസ്റ്റ് സ്റ്റുഡൻറ്റ് അവനാണ്. സോ ഹീ ഈസ് ദി ടാളസ്റ്റ്. ഇവിടെ ദി എന്ന ആർട്ടിക്കിൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയോടൊപ്പം ചേർക്കുക. അതാണ് ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. ഹീ ഈസ് ദി ടാളസ്റ്റ്. ഹീ ഈസ് ദി ടാളസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദി ക്ലാസ്. അപ്പോൾ ക്ലാസ്സിനെ മൊത്തത്തിൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവനാണ് ഏറ്റവും പൊക്കം കൂടിയവൻ. ദിസ് ഫ്ലവർ ഈസ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇൻ ദി ഗാർഡൻ. ഇപ്പോൾ ഗാർഡനിലെ എല്ലാ ഫ്ലവറിലും വെച്ച് നോക്കുമ്പോൾ ഈ ഫ്ലവറാണ് ഏറ്റവും മനോഹരം. അപ്പം ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ബ്യൂട്ടിഫുളിൻ്റെ സൂപ്പർലേറ്റീവ് ഫോമാണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഓർക്കുക, ബ്യൂട്ടിഫുളിൻ്റെ സൂപ്പർലേറ്റീവ് ഫോമാണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അതുപോലെ തന്നെ ഇൻ്റലിജൻറ്റ് എന്നതിൻ്റെ കമ്പാരിറ്റീവ് ഫോം എന്താണ്? മോർ ഇൻ്റലിജൻറ്റ്. സൂപ്പർലേറ്റീവ് ഫോം മോസ്റ്റ് ഇൻ്റലിജൻറ്റ്. ഹീ ഈസ് ദി മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ബോയ് ഇൻ അവർ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. രണ്ടിൽ കൂടുതൽ വസ്തുക്കളെയോ അല്ലെങ്കിൽ വ്യക്തികളെയോ തമ്മിൽ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിഗ്രിയാണ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഫോമാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഓക്കെ, അടുത്തത് വേസ് ഓഫ് ഫോമിങ് കമ്പാരിറ്റീവ്സ് ആൻഡ് സൂപ്പർലേറ്റീവ്സ്. എങ്ങനെയാണ് കമ്പാരിറ്റീവ്സും സൂപ്പർലേറ്റീവ്സും ഉണ്ടാവുന്നത് നോക്കാം. അപ്പോൾ എല്ലാത്തിനും ആദ്യം ഒരു പോസിറ്റീവ് ഡിഗ്രി ഉണ്ട്. മോസ്റ്റ് അഡ്ജക്റ്റീവ്സ് ഫോം ദി കമ്പാരിറ്റീവ് ബൈ ആഡിങ് ER ആൻഡ് സൂപ്പർലേറ്റീവ് ബൈ ആഡിങ് EST ടു ദി പോസിറ്റീവ് ഡിഗ്രി. അപ്പം എല്ലാ കമ്പാരിറ്റീവ് ഫോമും അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഫോമും കമ്പാരിറ്റീവിൽ നമ്മൾ പോസിറ്റീവ് വേർഡിനൊപ്പം ER ചേർക്കുന്നു. ശ്രദ്ധിക്കുക, കമ്പാരിറ്റീവ് വേർഡായ ടാൾ, ഇവിടെ ടാൾ ആണ് പോസിറ്റീവ്, ടാളർ കമ്പാരിറ്റീവ് ആണ്. അതിൻ്റെ കൂടെ സഫിക്സായ ER ചേർക്കുന്നു, ടാളർ. അപ്പം ടാളിനോടൊപ്പം സഫിക്സായ ER ചേർത്താണ് അതിൻ്റെ കമ്പാരിറ്റീവ് ഫോം വരുന്നത്. അപ്പോൾ ടാളിൻ്റെ കമ്പാരിറ്റീവ് ഫോം ടാളർ. അതുപോലെ തന്നെ അതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം അതിൻ്റെ പോസിറ്റീവ് ഫോമിനോടുകൂടി സഫിക്സായ EST ചേർക്കുന്നു, ടോളസ്റ്റ്. EST വരുമ്പോൾ ടോളസ്റ്റ്, ടോൾ, ടോളർ, ടോളസ്റ്റ്. അതുപോലെ തന്നെ ബാക്കിയെല്ലാം വരുന്നത് ബിഗ്, ബിഗർ, ബിഗസ്റ്റ്, ഹാപ്പി, ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ്, ഈസി, ഈസിയർ, ഈസിയസ്റ്റ്, വൈസ്, വൈസർ, വൈസസ്റ്റ്, തിൻ, തിന്നർ, തിന്നസ്റ്റ്. ഇവിടെ ഓർക്കേണ്ടത് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു ദാനോട് വരും. ഹീ ഈസ് ടാളർ ദാൻ രാജു. ഇപ്പോൾ ടാളർ ദാൻ,
ഇപ്പോൾ ടാളറിൻ്റെ കൂടെ അവിടെ ഒരു ദാൻ വരും. കമ്പാരിറ്റീവിലൂടെ എപ്പോൾ നമ്മൾ പറയുമ്പോഴും അവിടെ ഒരു ദാൻ ചേർക്കുക. സൂപ്പർലേറ്റീവിൻ്റെ കൂടെ അതിനോടൊപ്പം നമ്മൾ ആർട്ടിക്കിൾ ദി ചേർക്കണം. അത് ഓർക്കേണ്ട ഒരു പോയിൻ്റാണ്. ദി ടാളസ്റ്റ്, ദി ബിഗസ്റ്റ്, ദി ഹാപ്പിയസ്റ്റ്, ദി ഈസിയസ്റ്റ്, ദി വൈസസ്റ്റ്, ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ്, എപ്പോഴൊക്കെയാണ് നമ്മൾ കമ്പാരിറ്റീവിലും സൂപ്പർലേറ്റീവിലും ആയിട്ട് പോസിറ്റീവിൻ്റെ കൂടെ കമ്പാരിറ്റീവിലാണെങ്കിൽ മോർ ചേർക്കേണ്ടത്, അതുപോലെ തന്നെ സൂപ്പർലേറ്റീവിലാണെങ്കിൽ മോസ്റ്റ് ചേർക്കേണ്ടത് നോക്കാം. അത് ഈ കേസിലാണ്. മോസ്റ്റ് അഡ്ജക്റ്റീവ്സ് ഓഫ് 2 syllables ആൻഡ് ഓൾ അഡ്ജക്റ്റീവ്സ് ഓഫ് മോർ ദാൻ 3 syllables form the comparative by using the adverb more and the superlative by using the adverb most with the positive. അപ്പോൾ അഡ്ജക്റ്റീവിൽ 2 സിലബിളോ അല്ലെങ്കിൽ 3-ൽ കൂടുതൽ സിലബിൾ ഉള്ള അഡ്ജക്റ്റീവ് ആണെങ്കിൽ അതിനോട് കൂടി നമുക്ക് കമ്പാരിറ്റീവിൽ മോർ ചേർക്കാം, സൂപ്പർലേറ്റീവിൽ മോസ്റ്റ് ചേർക്കാം. ഇവിടെ സ്പ്ലെൻഡിഡ് എന്ന വേർഡിൽ എത്ര സിലബിൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി. 2 സിലബിൾ ഉള്ള വേർഡാണ് സ്പ്ലെൻഡിഡ്. അപ്പോൾ അതിൻ്റെ സ്പ്ലെൻഡിഡ് എന്നതിൻ്റെ കമ്പാരിറ്റീവ് ഫോമാണ് മോർ സ്പ്ലെൻഡിഡ്. സ്പ്ലെൻഡിഡ് 2 സിലബിളാണ്. അതിൻ്റെ സൂപ്പർലേറ്റീവ് ആണ് മോർ സ്പ്ലെൻഡിഡ്. വണ്ടർഫുൾ എന്ന അഡ്ജക്റ്റീവിൻ്റെ കമ്പാരിറ്റീവ് ഫോമാണ് വണ്ടർഫുൾ എന്ന അഡ്ജക്റ്റീവിൻ്റെ കമ്പാരിറ്റീവ് ഫോമാണ് മോർ വണ്ടർഫുൾ. അതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം മോസ്റ്റ് വണ്ടർഫുൾ. സോ ഇതിൽ 3 സിലബിളുണ്ട്. അപ്പോൾ 2-ൽ കൂടുതൽ സിലബിളുള്ള അഡ്ജക്റ്റീവിനെല്ലാം നമുക്ക് കമ്പാരിറ്റീവിലാണെങ്കിൽ മോർ ചേർക്കുക, സൂപ്പർലേറ്റീവ് ആണെങ്കിൽ മോസ്റ്റ് ചേർക്കുക. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ 3 സിലബിൾ ഉള്ള വേർഡാണ്, അഡ്ജക്റ്റീവാണ്. അപ്പോൾ അതിൻ്റെ കമ്പാരിറ്റീവ് മോർ ബ്യൂട്ടിഫുൾ, സൂപ്പർലേറ്റീവ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അട്രാക്റ്റീവ്, അതിൻ്റെ കമ്പാരിറ്റീവ് മോർ അട്രാക്റ്റീവ്, സൂപ്പർലേറ്റീവ് മോസ്റ്റ് അട്രാക്റ്റീവ്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമാണ്, ചില അഡ്ജക്റ്റീവിനൊക്കെ അതിൻ്റെ പോസിറ്റീവിൽ നിന്ന് ആയിരിക്കില്ല അതിൻ്റെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും വരുന്നത്. അതിനുദാഹരണമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ബാഡ്, ബാഡ് എന്ന അഡ്ജക്റ്റീവ് അതിൻ്റെ കമ്പാരിറ്റീവ് എന്ന് പറയുന്നത് വേഴ്സാണ്, സൂപ്പർലേറ്റീവ് എന്ന് പറയുന്നത് വേഴ്സ്റ്റാണ്. ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ബാഡിൻ്റെ കമ്പാരിറ്റീവ് വേഴ്സ്, സൂപ്പർലേറ്റീവ് വേഴ്സ്റ്റ്. അതുപോലെ തന്നെ ഫാർ, അതിൻ്റെ ഫാർദറാണ് കമ്പാരിറ്റീവ്, ഫാർദസ്റ്റ് ആണ് സൂപ്പർലേറ്റീവ്. അതുപോലെ തന്നെ ഫാർ, ഫർദർ, ഫർദസ്റ്റ്. ഗുഡ്, ഗുഡ് ഒരു പോസിറ്റീവ് അഡ്ജക്റ്റീവാണ്. അതിൻ്റെ കമ്പാരിറ്റീവ് ഫോം എന്ന് പറയുന്നത് ബെറ്റർ, സൂപ്പർലേറ്റീവ് ബെസ്റ്റ്. ഇൽ എന്നതൊരു പോസിറ്റീവ് അഡ്ജക്റ്റീവാണ്. അതിൻ്റെ കമ്പാരിറ്റീവ് വേഴ്സ്, സൂപ്പർലേറ്റീവ് വേഴ്സ്റ്റ്. ലേറ്റ്, ലേറ്റർ, ലേറ്റസ്റ്റ്. ഇപ്പോൾ ലേറ്റ് എന്നത് പോസിറ്റീവാണ്, കമ്പാരിറ്റീവ് ഫോം ലേറ്റർ, സൂപ്പർലേറ്റീവ് ലേറ്റസ്റ്റ് ആണ്. അതുപോലെ തന്നെ പോസിറ്റീവാണ് ലെസ്, അതിൻ്റെ കമ്പാരിറ്റീവ് ലെസ്സർ, സൂപ്പർലേറ്റീവ് ലീസ്റ്റ്. അടുത്തത് ലിറ്റിൽ, അതിൻ്റെ കമ്പാരിറ്റീവ് ലെസ് ആണ്, സൂപ്പർലേറ്റീവ് ലീസ്റ്റ്. അടുത്തത് മെനി, മോർ, മോസ്റ്റ്. മച്ച്, മോർ, മോസ്റ്റ്. അപ്പം ഇതിനെയാണ് നമ്മൾ ഇറഗുലർ കമ്പാരിറ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ പോസിറ്റീവ് അഡ്ജക്റ്റീവിൽ നിന്നും നമുക്ക് അതിൻ്റെ കമ്പാരിറ്റീവിനെ ഉണ്ടാക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ സൂപ്പർലേറ്റീവിനെ ഉണ്ടാക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ ഇറഗുലർ കമ്പാരിറ്റീവ്സ് എന്ന് പറയുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ദി കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സ് എൻഡിങ് ഇൻ OR ആർ ഫോളോഡ് ബൈ ദി പ്രിപ്പോസിഷൻ ടു. OR അവസാനിക്കുന്ന കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവിന് ശേഷം പിന്നെ അവിടെ വരേണ്ടത് പ്രിപ്പോസിഷനായ ടു ആണ്. ഇവിടെ നോക്കുക, ഹരി ഈസ് ഇൻഫീരിയർ ടു ഉണ്ണി ഇൻ ഇൻ്റലിജൻസ്.
അപ്പോൾ ഇവിടെ ORലാണ് ഈ അഡ്ജക്റ്റീവ് അവസാനിക്കുന്നത്. സോ അതിനുശേഷം നമ്മളിവിടെ ടു എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടത്. ഹരി ഈസ് ഇൻഫീരിയർ ടു ഉണ്ണി ഇൻ ഇൻ്റലിജൻസ്. അപ്പോൾ ഇത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, പക്ഷേ OR അവസാനിക്കുന്നത് കാരണം നമ്മളിവിടെ ടു എന്ന പ്രിപ്പോസിഷനാണ് ചേർത്തിരിക്കുന്നത്. ഇൻ ഇൻ്റലിജൻസ് ഉണ്ണി ഈസ് സുപ്പീരിയർ ടു അതേഴ്സ്. അപ്പം ബുദ്ധിശക്തിയിൽ മറ്റുള്ളവരെക്കാൾ ഒരുപാട് മുകളിലാണ് ഉണ്ണി. അപ്പം മറ്റുള്ളവരെ വെച്ച് ഉണ്ണിയെ കമ്പയർ ചെയ്യുകയാണ്. കമ്പയർ ചെയ്യുമ്പോൾ നമ്മളവിടെ ദാനാണ് ചേർക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ORൽ അവസാനിക്കുന്നത് കാരണം നമ്മളവിടെ ടു എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ഇൻ ഇൻ്റലിജൻസ് ഉണ്ണി ഈസ് സുപ്പീരിയർ ടു അതേഴ്സ്. അതുപോലെ തന്നെ ഹി ഈസ് ജൂനിയർ ടു ഓൾ ഹിസ് കൊളീഗ്സ്. Words like superior, elder, senior, prior, anterior, posterior, etc. follow the rule. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ വേർഡ്സിലും നമ്മൾ ഈ ഒരു റൂളാണ് ഫോളോ ചെയ്യേണ്ടത്. അടുത്ത ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലെ പോയിൻ്റാണ് നമ്മൾ എപ്പോഴൊക്കെയാണ് ഏത് ഡിഗ്രിയിലാണ് ആസാസ് അല്ലെങ്കിൽ സോവാസ് വരുന്നത് അത് നോക്കാം. കമ്പാരിസൺ ഓഫ് ഈക്വൽസ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ആസാസ്. അപ്പോൾ ഈക്വൽസിനെ കാണിക്കുന്നതാണ് ആസാസ്. അതിൻ്റെ നെഗറ്റീവ് കമ്പാരിസണിലാണ് സോവാസ് ഉപയോഗിക്കുന്നത്. ഇൻ ദ നെഗറ്റീവ് കമ്പാരിസൺ സോവാസ് ഈസ് യൂസ്ഡ്. സോ ലുക്ക് അറ്റ് ദി എക്സാമ്പിൾ. രാഹുൽ ഈസ് ആസ് ക്ലെവർ ആസ് രാധ. ഇതൊരു പോസിറ്റീവ് ഡിഗ്രി ആണ്, പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. രാഹുൽ ഈസ് ആസ് ക്ലെവർ ആസ് രാധ. രാധയെ പോലെ തന്നെ രാഹുൽ ബുദ്ധിമാനാണ്. അപ്പം അതുകൊണ്ടാണ് ഈസ് ആസ് ക്ലെവർ ആസ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഷീ ഈസ് ആസ് ടാൾ ആസ് ഹെർ ബ്രദർ. അതും ഒരു പോസിറ്റീവ് ഡിഗ്രിയാണ്. കമ്പാരിസൺ ഓഫ് ഈക്വൽസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതിനാൽ നമ്മൾ ആസ് ടാൾ ആസ് ഉപയോഗിച്ചിരിക്കുന്നു. ഷീ ഈസ് ആസ് ടാൾ ആസ് ഹെർ ബ്രദർ. പക്ഷേ നെഗറ്റീവ് കമ്പാരിസൺ ആണ് എങ്കിൽ നമ്മൾ സോവാസ് ആണ് ഉപയോഗിക്കേണ്ടത്. നെഗറ്റീവ് മീനിങ് ആണെങ്കിൽ ഷീ ഈസ് നോട്ട് സോ ടാൾ ആസ് ഹെർ ബ്രദർ. അപ്പോൾ അവിടെ നോട്ട് വന്നിട്ടുണ്ട്, അപ്പം നെഗറ്റീവായി. ഷീ ഈസ് നോട്ട് സോ ടാൾ ആസ് ഹെർ ബ്രദർ. അവളുടെ ബ്രദറിനെ പോലെ അവൾ അത്ര പൊക്കമുള്ള ആളല്ല. ഷീ ഈസ് നോട്ട് സോ ടാൾ ആസ് ഹെർ ബ്രദർ. അല്ലെങ്കിൽ അവളുടെ ബ്രദറിൻ്റെ അത്ര പൊക്ക അവൾക്കില്ല. നെഗറ്റീവ് മീനിങ് ആണ്. അതുകൊണ്ട് അവിടെ സോവാസ് ഉപയോഗിച്ചിരിക്കുന്നു. പോസിറ്റീവ് ഡിഗ്രിയാണ്, രണ്ടും പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണത്. രാഹുൽ ഈസ് നോട്ട് സോ ക്ലെവർ ആസ് രാധ. രാധയുടെ അത്ര ബുദ്ധിയില്ല രാഹുലിന്. നെഗറ്റീവ് മീനിങ് ആണ്. അതുകൊണ്ടാണ് അവിടെ സോവാസ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ആസ് അല്ലെങ്കിൽ സോ. അടുത്തൊരു പോയിൻ്റാണ് സെയിം ക്വാളിറ്റി ഓഫ് എ സെയിം പേഴ്സൺ. അപ്പോൾ ഒരു വ്യക്തിയുടെ തന്നെ സെയിം ക്വാളിറ്റി പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഇവിടെ നിങ്ങൾ ആ സെൻറ്റൻസ് നോക്കുക. ജീവൻ ഈസ് മോർ വൈസ് ദാൻ സ്ട്രോങ്. ഇപ്പം ജീവൻ്റെ രണ്ട് ക്വാളിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, വൈസ് ആൻഡ് സ്ട്രോങ്. ജീവൻ ഈസ് മോർ വൈസ് ദാൻ സ്ട്രോങ്. സാധാരണ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ വൈസിൻ്റെ എങ്ങനെയാണ്? പോസിറ്റീവ് വൈസ്, കമ്പാരിറ്റീവ് വൈസർ ആൻഡ് സൂപ്പർലേറ്റീവ് വൈസസ്റ്റ്. അപ്പം ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, പക്ഷേ ജീവൻ്റെ തന്നെ രണ്ട് ക്വാളിറ്റിയാണ്. അതിൽ ഏതാണ് കൂടുതൽ എന്നാണ് അതിൻ്റെ മീനിങ്. അവിടെ നമ്മൾ മോർ വൈസ് ആണ് ഉപയോഗിക്കേണ്ടത്, വൈസർ എന്നല്ല. സോ ജീവൻ ഈസ് മോർ വൈസ് ദാൻ സ്ട്രോങ് എന്നാണ് ഇവിടെ വരുന്നത്. അപ്പം സെയിം ക്വാളിറ്റി ഓഫ് എ സെയിം പേഴ്സൺ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഒരു വ്യക്തിയുടെ തന്നെ സെയിം ക്വാളിറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ മോർ ചേർക്കണം, അഡ്ജക്റ്റീവിൻ്റെ കൂടെ മോർ ചേർക്കണം. അതാണ് ഇവിടെ ഓർക്കേണ്ട പോയിന്റ്.
നിങ്ങളുടെ കേരള യൂണിവേഴ്സിറ്റി എക്സാമിന് ഇതിൽ നിന്ന് ചോദ്യം വരുന്നത് ഏതെങ്കിലും ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലെ ഒരു ഡിഗ്രി തന്നിട്ട് ബാക്കി 2 എണ്ണം എഴുതാനായിരിക്കും ചോദ്യം. ഉദാഹരണം, റീറൈറ്റിംഗ് സെൻറ്റൻസസ് ഇൻ ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ വിത്തൗട്ട് ചേഞ്ച് ഓഫ് മീനിങ്. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പം ഒരു സെൻറ്റൻസ് ഒരു പോസിറ്റീവ് ഡിഗ്രി ആയിരിക്കും ക്വസ്റ്റ്യനിൽ തരുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ തന്നെ കമ്പാരിറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രി എഴുതണം. ചിലപ്പോൾ നിങ്ങൾക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രി തരാം, അപ്പോൾ നിങ്ങൾ അതിൻ്റെ കമ്പാരിറ്റീവും പോസിറ്റീവും എഴുതണം. ഇവിടെ നോക്കുക, നോ അതർ ആനിമൽ ഓൺ ലാൻഡ് ഈസ് സോ സ്ട്രോങ് ആസ് എലിഫൻറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞു സോ ആസ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? പോസിറ്റീവ് ഡിഗ്രിയിലാണ്. അത് നെഗറ്റീവ് മീനിങ്ങിലാണ് അത് ഉപയോഗിക്കുന്നത്, അല്ലേ? നോ അതർ ആനിമൽ ഓൺ ലാൻഡ് ഈസ് സോ സ്ട്രോങ് ആസ് എലിഫൻറ്റ്. അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്താണ്? ദി എലിഫൻറ്റ് ഈസ് സ്ട്രോങ്ങർ, സ്ട്രോങ്ങർ ദാൻ, സ്ട്രോങ്, സ്ട്രോങ്ങർ, സ്ട്രോങ്ങസ്റ്റ്. അതാണ് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ സ്ട്രോങ്ങറിൻ്റെ കൂടെ പിന്നെ എപ്പോഴും ദാൻ ചേർക്കണം. സോ ദി എലിഫൻറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഓൾ അതർ ആനിമൽസ് ഓൺ ലാൻഡ്. അങ്ങനെ നിങ്ങൾക്ക് കമ്പാരിറ്റീവ് ഡിഗ്രി എഴുതാം. അതുപോലെ തന്നെ ഇങ്ങനെ എഴുതാം, ദി എലിഫൻറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ എനി അതർ ആനിമൽ ഓൺ ലാൻഡ്. ഇപ്പോൾ 2 രീതിയിൽ എഴുതാം. രണ്ടിൻ്റെ വ്യത്യാസം എന്താണ്? ദി എലിഫൻറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഓൾ അതർ. ഓൾ അതർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആനിമൽസ് എന്നാണ്. അവിടെ പിന്നെ പ്ലൂറലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ദി എലിഫൻറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഓൾ അതർ ആനിമൽസ് ഓൺ ലാൻഡ്. എനി അതർ വന്നു കഴിഞ്ഞാൽ ആനിമൽ എന്ന് മതി, പിന്നെ അവിടെ സിംഗുലർ ഉപയോഗിച്ചാൽ മതി. അതാണ് അതിൻ്റെ ആ ഡിഫറൻസ്. ബാക്കിയെല്ലാം അർത്ഥമെല്ലാം സെയിം ആണ്. അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്താണ്? സ്ട്രോങ്ങസ്റ്റ്, അല്ലേ? അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ കൂടെ നമ്മൾ ഒരു ആർട്ടിക്കിൾ വരും, ദി, നേരത്തെ പറഞ്ഞു. സോ ദി എലിഫൻറ്റ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്, അല്ലേ? ദി എലിഫൻറ്റ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്. അങ്ങനെയാണ്, ഇതാണ് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. അപ്പം നിങ്ങൾക്ക് പോസിറ്റീവ് ഡിഗ്രി തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും എഴുതാൻ കഴിയണം. ഓക്കെ. അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതും എക്സാമിന് വരുന്നതാണ്. ഇതിൻ്റെ പോസിറ്റീവ് ഇതാണ്, വെരി ഫ്യൂ ഇന്ത്യൻസ് വെയർ ആസ് ഗ്രേറ്റ് ആസ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയെപ്പോലെ മഹാനായ വളരെ കുറച്ച് ഇന്ത്യക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് അതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആസ് വരുന്നത് എപ്പോഴാണ്? ആസ് വരുന്നത് പോസിറ്റീവ് ഡിഗ്രിയിലാണ്. അപ്പോൾ ഇതിൻ്റെ കമ്പാരിറ്റീവ് ഫോം എന്താണ്? ഗ്രേറ്റ്, ഗ്രേറ്റർ, അല്ലേ? അതാണ് കമ്പാരിറ്റീവ്. മഹാത്മാഗാന്ധി വാസ് ഗ്രേറ്റർ ദാൻ മോസ്റ്റ് അതർ ഇന്ത്യൻ ലീഡേഴ്സ്. അപ്പോൾ വെരി ഫ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വരേണ്ട കമ്പാരിറ്റീവ് അപ്പോൾ ഇതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്താണ്? മഹാത്മാഗാന്ധി വാസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ ലീഡേഴ്സ്. അപ്പം ഗ്രേറ്റ്, ഗ്രേറ്റർ, ഗ്രേറ്റസ്റ്റ് എന്ന് വന്നു. അപ്പം പോസിറ്റീവ് ഡിഗ്രി വെരി ഫ്യൂവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വെരി ഫ്യൂ ഇന്ത്യൻസ് വെയർ ആസ് ഗ്രേറ്റ് ആസ് മഹാത്മാഗാന്ധി. അതിൻ്റെ കമ്പാരിറ്റീവ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി വാസ് ഗ്രേറ്റർ ദാൻ മോസ്റ്റ് അതർ ഇന്ത്യൻ ലീഡേഴ്സ്. വെരി ഫ്യൂ വന്നു കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവിൽ വെരി ഫ്യൂ വന്നു കഴിഞ്ഞാൽ കമ്പാരിറ്റീവിൽ നമ്മൾ മോസ്റ്റ് അതർ അല്ലെങ്കിൽ മെനി അതർ ചേർക്കണം. മറിച്ച്
സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ വൺ ഓഫ് ചേർത്ത് വേണം എഴുതാൻ. മഹാത്മാഗാന്ധി വാസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ ലീഡേഴ്സ്. ഇതാണ് ഇതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നോ അതർ വെച്ചിട്ടാണ് പോസിറ്റീവ് ഡിഗ്രിയിൽ വരുന്നതെങ്കിൽ, നോ അതർ ആണ് പോസിറ്റീവ് ഡിഗ്രിയിൽ വരുന്നതെങ്കിൽ അതിൻ്റെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും എങ്ങനെയായിരിക്കും? അപ്പോൾ നമുക്ക് നോക്കാം. നോ അതർ പ്ലാന്റ് ഇൻ മൈ ഗാർഡൻ ഈസ് സോ സ്മോൾ ആസ് ദിസ് പ്ലാന്റ്. അപ്പോൾ ഇവിടെ നോ അതർ ആണ് വന്നിരിക്കുന്നത്. സോ ആസ്, ഞാൻ പറഞ്ഞു സോ ആസ് വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ കമ്പാരിറ്റീവ് എന്താണ്? ദി പ്ലാന്റ് ഈസ് സ്മോളർ ദാൻ എനി അതർ പ്ലാന്റ് ഇൻ മൈ ഗാർഡൻ. ഇപ്പം നോ അതർ പോസിറ്റീവിൽ വന്നപ്പോൾ അതിൻ്റെ കമ്പാരിറ്റീവിൽ എനി അതർ വന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് മറിച്ച് കമ്പാരിറ്റീവ് ആണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ, എനി അതർ ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് നോ അതർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്താണ്? ദിസ് പ്ലാന്റ് ഈസ് ദി സ്മോളസ്റ്റ് ഓഫ് ഓൾ ദി പ്ലാന്റ്സ് ഇൻ മൈ ഗാർഡൻ. അപ്പം പോസിറ്റീവ് ഡിഗ്രി സ്മോൾ, കമ്പാരിറ്റീവ് സ്മോളർ ദാൻ, അതിനുശേഷം കമ്പാരിറ്റീവ് ഒരു ദാനോട് വരും. സൂപ്പർലേറ്റീവ് എന്താണ്? സ്മോളസ്റ്റ്. സൂപ്പർലേറ്റീവിന് മുമ്പിൽ ഒരു ആർട്ടിക്കിളൂടെ വരും, ദി സ്മോളസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ സൂപ്പർലേറ്റീവ് എന്ന് പറയുന്നത് ദിസ് പ്ലാന്റ് ഈസ് ദി സ്മോളസ്റ്റ് ഓഫ് ഓൾ ദി പ്ലാന്റ്സ് ഇൻ മൈ ഗാർഡൻ. അപ്പം നോ അതർ പോസിറ്റീവിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കമ്പാരിറ്റീവിൽ എനി അതർ വന്നിരിക്കും. അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവിന് ശേഷം ഓഫ് ഓൾ ചേർത്തിരിക്കണം. ഓക്കെ, ഇതാണ് ഇവിടെ ഓർക്കേണ്ട പോയിന്റ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. പോസിറ്റീവിൽ നോ അതർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം അതിൻ്റെ കമ്പാരിറ്റീവിൽ എനി അതർ കാണും. അതുപോലെ തന്നെ സൂപ്പർലേറ്റീവിലും ഓഫ് ഓൾ അതർ ചേർത്തായിരിക്കണം നമ്മൾ എഴുതേണ്ടത് അഡ്ജക്റ്റീവിന് ശേഷം. അപ്പോൾ തിരിച്ചും മറിച്ചും ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. ചിലപ്പം ക്വസ്റ്റ്യനിൽ കമ്പാരിറ്റീവ് ഫോം ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനി അതർ ആണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് നോ അതർ ആയിരിക്കും എന്നും, അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഓഫ് ഓൾ അതർ ആയിരിക്കും എന്നും നിങ്ങൾ ഓർക്കണം. അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ പോസിറ്റീവ് ഡിഗ്രി കൊടുത്തിരിക്കുകയാണ്. വെരി ഫ്യൂ സിവിലൈസേഷൻസ് ഇൻ ദി വേൾഡ് ആർ അസ് ഓൾഡ് ആസ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോൾ ഇവിടെ ആസ് വന്നിട്ടുണ്ട്. അപ്പം ആസ് അല്ലെങ്കിൽ സോ ആസ് വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ഡിഗ്രി ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആസ്. അപ്പോൾ ഇതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്താണ്? വെരി ഫ്യൂ സിവിലൈസേഷൻസ് in the world are older than Indus Valley civilization. അങ്ങനെ എഴുതാം. അതുപോലെ തന്നെ the Indus Valley civilization is older than most other civilization in the world. നമ്മൾ നേരത്തെ പഠിച്ച പോലെ എന്താണ്? പോസിറ്റീവിൽ വെരി ഫ്യൂ വന്നു കഴിഞ്ഞാൽ, വെരി ഫ്യൂ പോസിറ്റീവിൽ വന്നു കഴിഞ്ഞാൽ കമ്പാരിറ്റീവിൽ എന്തായിരിക്കും? മോസ്റ്റ് അതർ അല്ലെങ്കിൽ മെനി അതർ ആയിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് ഓൾഡർ ദാൻ മോസ്റ്റ് അതർ സിവിലൈസേഷൻസ് ഇൻ ദി വേൾഡ്. അപ്പോൾ അതിൻ്റെ സൂപ്പർലേറ്റീവ് എന്താണ്? വൺ ഓഫ്. Indus Valley civilization is one of the oldest in the world. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എഴുതേണ്ടത്. അപ്പം നിങ്ങൾ സൂപ്പർലേറ്റീവിലാണ് തരുന്നതെങ്കിൽ വൺ ഓഫ് വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കമ്പാരിറ്റീവ് എന്താണ്?
മോസ്റ്റ് അതർ അതിനകത്തുണ്ടായിരിക്കും. മോസ്റ്റ് അതർ വെച്ചിട്ട് എഴുതണം. അതുപോലെ തന്നെ അതിൻ്റെ പോസിറ്റീവ് വെരി ഫ്യൂ ആയിരിക്കും. വെരി ഫ്യൂ സിവിലൈസേഷൻസ് ഇൻ ദി വേൾഡ് ആർ ആസ് ഓൾഡ് ആസ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ. കമ്പാരിറ്റീവ് രണ്ട് രീതിയിൽ എഴുതാം. വെരി ഫ്യൂ സിവിലൈസേഷൻ ഇൻ ദി വേൾഡ് ആർ ഓൾഡർ ദാൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതുപോലെ തന്നെ ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് ഓൾഡർ ദാൻ മോസ്റ്റ് അതർ സിവിലൈസേഷൻസ് ഇൻ ദി വേൾഡ്. അപ്പോൾ അതിൻ്റെ സൂപ്പർലേറ്റീവ് എന്താണ്? ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഇൻ ദി വേൾഡ്. അടുത്താണ് വെരി ഫ്യൂ സിറ്റീസ് in India are so big as Mumbai. Very few cities in India are so big as Mumbai. അപ്പം സോ അസ് വന്നു കഴിയുമ്പം നിങ്ങൾ ഓർക്കുക അത് പോസിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ കമ്പാരിറ്റീവ് എന്താണ്? വെരി ഫ്യൂവിൽ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ കമ്പാരിറ്റീവ് മോസ്റ്റ് അതർ ഉണ്ടായിരിക്കും. അഡ്ജക്റ്റീവിന് ശേഷം മോസ്റ്റ് അതർ ഉണ്ടായിരിക്കും. മുംബൈ ഈസ് ബിഗർ ദാൻ മോസ്റ്റ് അതർ സിറ്റീസ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ മെനി അതർ സിറ്റീസ് ഇൻ ഇന്ത്യ. അപ്പോൾ അങ്ങനെ എഴുതാം കമ്പാരിറ്റീവ്. അതുപോലെ തന്നെ അതിൻ്റെ സൂപ്പർലേറ്റീവ് എന്താണ്? മുംബൈ ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ്, മുംബൈ ഈസ് വൺ ഓഫ് ദി ബിഗസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ. ഇതാണ് അതിൻ്റെ സൂപ്പർലേറ്റീവ്. അപ്പോൾ ഇവിടെ അടുത്ത ചോദ്യം നോക്കാം. മെർക്കുറി ഈസ് മോർ ഡെൻസ് ദാൻ വാട്ടർ. അപ്പോൾ ഇവിടെ ആദ്യം കമ്പാരിറ്റീവ് ഫോമാണ് കൊടുത്തിരിക്കുന്നത്. മെർക്കുറിയും വാട്ടറിനെയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. മെർക്കുറി ഈസ് മോർ ഡെൻസ് ദാൻ വാട്ടർ. മോർ ഡെൻസ് ദാൻ വാട്ടർ. അപ്പം നമുക്കതിനെ എങ്ങനെ അതിൻ്റെ പോസിറ്റീവിൽ എഴുതാം? അതിൻ്റെ അർത്ഥം മാറാതെ തന്നെ വാട്ടർ ഈസ് നോട്ട് സോ ഡെൻസ് ആസ് മെർക്കുറി. വാട്ടർ ഈസ് നോട്ട് സോ ഡെൻസ് ആസ് മെർക്കുറി. അപ്പം അതിൻ്റെ നെഗറ്റീവ് മീനിങ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവിടെ സോ ആസ് ആണ് നമ്മളിവിടെ ചേർക്കേണ്ടത്. സോ ആസ്, അതാണ്, അതുകൊണ്ടാണ് ഇവിടെ സോ ആസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ഫോമാണ്. ഇതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം ഇല്ല. സൂപ്പർലേറ്റീവ് ഫോം എഴുതണമെങ്കിൽ രണ്ടിൽ കൂടുതൽ വ്യക്തിയോ അല്ലെങ്കിൽ വസ്തുവോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ പറയുന്നത്. ഇവിടെ രണ്ട് വസ്തുക്കളേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നോക്കുക. വെരി ഫ്യൂ പീപ്പിൾ ആർ ആസ് ഹെൽപ്ഫുൾ ആസ് മോഹൻ. അപ്പോൾ ഇത് പോസിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഓർക്കണം, വെരി ഫ്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കമ്പാരിറ്റീവ് ഫോം മോസ്റ്റ് അതർ അല്ലെങ്കിൽ മെനി അതർ. മോഹൻ ഈസ് മോർ ഹെൽപ്ഫുൾ ദാൻ മോസ്റ്റ് പീപ്പിൾ. അങ്ങനെ എഴുതാം അതിൻ്റെ കമ്പാരിറ്റീവ് ഫോം. അതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം എന്താണ്? മോഹൻ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഹെൽപ്ഫുൾ പീപ്പിൾ. വൺ ഓഫ് ആണ്, വൺ ഓഫ് ചേർത്തിട്ടാണ് നമ്മൾ അതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം എഴുതുന്നത്. മോഹൻ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഹെൽപ്ഫുൾ പീപ്പിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.